साथियों, आज देश में मोदी के तीसरे कार्यकाल को लेकर हर तरफ चर्चा हो रही है। मोदी सरकार के तीसरे कार्यकाल में भारत विश्व की तीसरी सबसे बड़ी इकोनॉमी बनेगा। इदाणु मोदी युडे गारंटी। हमारे तीसरे कार्यकाल में भ्रष्टाचार से हमारी लड़ाई और तेज होगी। भ्रष्ट लोग कोई भी गलत काम करने से पहले 100 बार सोचेंगे। इदाणु मोदी युडे गारंटी। हमने पहले ही 25 करोड़ से ज्यादा लोगों को गरीबी से बाहर निकाला है और अब तीसरे कार्यकाल में कई करोड़ भारतवासी गरीबी से बाहर आने वाले हैं। इदाणु मोदी युडे गारंटी। साथियों, केरला में सबको ये पता है कि एलडीएफ और यूडीएफ दोनों ने केरला में शिक्षा व्यवस्था की क्या हालत की है। सबको पता है कि केरला के मेरे गरीब और मिडिल क्लास परिवारों के बच्चों को हायर एजुकेशन में कितनी दिक्कत आती है। हमारा तीसरा कार्यकाल केरला में शिक्षण संस्थानों की स्थिति को और अच्छा करने पर केंद्रित होगा। इससे हमारे सामान्य परिवार के बच्चों के लिए नए रास्ते बनेंगे। इदाणु मोदी युडे गारंटी। हमारा तीसरा कार्यकाल सेमीकंडक्टर से ग्रीन हाइड्रोजन तक तरक्की के नए क्षेत्र खोलने का कार्यकाल होगा। इससे केरला के नौजवानों के लिए नौकरियां और रोजगार के लाखों अवसर बनेंगे। इदाणी മോദി യുടെ ഗ്യാരണ്ടി. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ നാട്ടിലെല്ലാം മോദിയുടെ മൂന്നാം സർക്കാർ, ആ സർക്കാരിനെ പറ്റിയിട്ടുള്ള നിരവധി തരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മൂന്നാം സർക്കാർ, മോദി സർക്കാരിന്റെ മൂന്നാമത്തെ ടേം, ആ മൂന്നാമത്തെ ടേമിൽ ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറും. ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി. ഈ നമ്മുടെ സർക്കാരിന്റെ മൂന്നാമത്തെ ടേമിൽ അഴിമതിക്കെതിരായിട്ടുള്ള യുദ്ധം, ആ യുദ്ധം കൂടുതൽ ശക്തമാക്കും. അതുകൊണ്ട് തന്നെ അഴിമതിക്കാർക്ക് അവരെന്തെങ്കിലും തെറ്റുകൾ ചെയ്യുന്നതിന് മുൻപ് 100 വട്ടം ആലോചിക്കേണ്ടി വരും. ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ 25 കോടിയിലധികം ആളുകളെ ദാരിദ്ര്യരേഖയുടെ മുകളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു. മൂന്നാമത്തെ ടേമിൽ ഇനിയും നിരവധി കോടി ഇന്ത്യക്കാരെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നമായിരിക്കും ഇനി വരാൻ പോകുന്ന മൂന്നാമത്തെ സർക്കാരിൽ. ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലുള്ള സ്ഥിതിയെക്കുറിച്ച് എങ്ങനെ LDFും UDFും ഇവിടുത്തെ വിദ്യാഭ്യാസത്തെ ഏത് അവസ്ഥയിലേക്ക് എത്തിച്ചു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ളവരുടെ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഉന്നത വിദ്യാഭ്യാസം എത്രമാത്രം ബുദ്ധിമുട്ടുള്ളതായി മാറി എന്നെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അടുത്ത സർക്കാർ
നരേന്ദ്രമോദിയുടെ മൂന്നാം സർക്കാർ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഈ സ്ഥിതിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുന്ന വിധത്തിൽ പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളതിലുള്ള ഊന്നലായിരിക്കും അടുത്ത സർക്കാരിന്റെ ലക്ഷ്യം. അത് ഈ നാട്ടിലെ സാധാരണക്കാരുടെ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് അവർക്ക് പുതിയ വഴി തുറക്കും. ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി. നമ്മുടെ മൂന്നാം സർക്കാർ, ആ സർക്കാർ സെമി കണ്ടക്ടർ മുതൽ ഹൈഡ്രജൻ വരെയുള്ള, ഗ്രീൻ ഹൈഡ്രജൻ വരെയുള്ള വിവിധ മേഖലകളിലെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള അങ്ങനെയുള്ള ഒരു കാലഘട്ടമായിരിക്കും. ആ മേഖലകളിൽ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് നിരവധി ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ, ആ തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുന്നതായിരിക്കും. ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി. साथियों, केरला की राज्य सरकार के लगातार असहयोग मिलने के बावजूद भी केरला भारत सरकार के लिए प्राथमिकता पर रहा है। भाजपा सरकार ने ही तय किया है कि केंद्र सरकार की सारी नौकरियों की परीक्षा मलयालम समेत सारी स्थानीय भाषाओं में भी कराई जाए। भाजपा सरकार ने ही भारत की पारंपरिक चिकित्सा, आयुर्वेद और योग के लिए पूरी दुनिया को देश से जोड़ा है। आज केरला के 1.5 करोड़ से ज्यादा लोग भाजपा सरकार की फ्री राशन योजना का लाभ उठा रहे हैं। आयुष्मान भारत योजना के जरिए यहां के लोगों को करीब 5,500 करोड़ रुपए का मुफ्त इलाज मिला है। केरला के 36 लाख से अधिक घरों को जल जीवन मिशन के तहत नल से जल की सुविधा मिली है। केरला के 40 लाख किसानों को सम्मान निधि के रूप में सीधी आर्थिक मदद मिली है। केरला के युवा रोजगार देने वाले उद्यमी बने। इसके लिए राज्य में 50 लाख से अधिक मुद्रा लोन बांटे गए हैं। इसमें ज्यादातर लाभार्थी हमारी बेटियां हैं। वंदे भारत से हाईवे प्रोजेक्ट तक केरला में आज न्यू जनरेशन इंफ्रास्ट्रक्चर पर खूब काम किया जा रहा है। സുഹൃത്തുക്കളെ, കേരളത്തിലെ സംസ്ഥാന സർക്കാരിന്റെ നിസ്സഹകരണം ഉണ്ടായിട്ട് പോലും കേന്ദ്ര സർക്കാർ വികസന കാര്യങ്ങളിൽ കേരളത്തിന് ഏറ്റവും ഉയർന്ന മുൻഗണനയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നമ്മുടെ എല്ലാ തൊഴിലുകളും, അതിനു വേണ്ടിയിട്ടുള്ള പരീക്ഷകൾ, ആ പരീക്ഷകൾ മലയാളം ഉൾപ്പെടെയുള്ള എല്ലാ പ്രാദേശിക ഭാഷകളിലും എഴുതാൻ കഴിയുന്ന വിധത്തിൽ ആ പരീക്ഷാ സംവിധാനത്തിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ്. അതുമാത്രമല്ല, കേന്ദ്ര സർക്കാർ നമ്മുടെ പരമ്പരാഗത ചികിത്സാ സംവിധാനങ്ങൾ, ആയുർവേദം, യോഗ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ലോകത്തെ മുഴുവൻ തന്നെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ 1.5 കോടിയിലധികം ആളുകൾ കേന്ദ്ര സർക്കാർ നൽകുന്ന സൗജന്യ ഭക്ഷ്യധാന്യ വിതരണത്തിന്റെ പ്രയോജനം ലഭിക്കുന്നവരാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ ഏതാണ്ട് 5.5 കോടിയോളം പേർ, 5.5 കോടി ആളുകൾക്ക് 5.5 കോടി രൂപ കേരളത്തിലെ ജനങ്ങൾക്ക് ആയുഷ്മാൻ ഭാരതിന്റെ പ്രയോജനം ലഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ 36 ലക്ഷത്തിലധികം വീടുകളിൽ ജലജീവൻ മിഷന്റെ ഭാഗമായിട്ട് പൈപ്പ് വെള്ളം
ലഭിക്കുന്ന പൈപ്പിലൂടെ കുടിവെള്ളം കിട്ടുന്ന സംവിധാനം ഉണ്ടായിരിക്കുകയാണ്. കേരളത്തിലെ 40 ലക്ഷത്തോളം കർഷകർക്ക് കിസാൻ സമ്മാൻ നിധിയിലൂടെ സാമ്പത്തിക സഹായം ലഭിക്കുകയാണ്. കേരളത്തിലെ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അവർ സംരംഭകരാവുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഈ സംസ്ഥാനത്ത് 50 ലക്ഷത്തിലധികം മുദ്രാ വായ്പകൾ വിതരണം ചെയ്തിരിക്കുകയാണ്. അതിൽ ബഹുഭൂരിപക്ഷവും നമ്മുടെ സഹോദരിമാർക്കാണ് അതിൻ്റെ പ്രയോജനം ലഭിച്ചിട്ടുള്ളത്. വന്ദേ ഭാരത് മുതൽ വിവിധ ഹൈവേ പദ്ധതികൾ വരെ കേരളത്തിലുണ്ടായിട്ടുള്ള പുത്തൻ തലമുറയിൽപ്പെടുന്ന അടിസ്ഥാന സൗകര്യ വികസനം, ആ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളും കേരളത്തിൽ നടന്നിരിക്കുകയാണ്. साथियों, केरला में बीजेपी कभी सरकार में नहीं रही, लेकिन फिर भी हमने केरला के विकास का पूरा प्रयास किया है. मैंने अपना ट्रैक रिकॉर्ड आपके सामने रख दिया है, लेकिन कांग्रेस और कम्युनिस्टों के नए गठबंधन का हाल क्या है? उनका एक ही ट्रैक रिकॉर्ड है, एक ही उपलब्धि है. कैसे उन्होंने पूरे देश को दशकों तक एक ही परिवार के कब्जे में रखा. उनके लिए परिवार का हित देश के करोड़ों परिवारों से ऊपर रहा है. कांग्रेस का यही रंग अब कम्युनिस्टों पर भी छा चुका है. केरला में उनकी भी सरकार इसी मॉडल पे चल रही है, क्योंकि ये लोग केरला में तो एक दूसरे के दुश्मन है, लेकिन केरला के बाहर बाकी देश में ये एक दूसरे के बीएफएफ यानी बेस्ट फ्रेंड फॉर एवर है. आप देखिए, केरला में लोग एक दूसरे पर हत्या का आरोप लगाते हैं, एक दूसरे के कार्यकर्ताओं का जीवन संकट में डालते हैं. कांग्रेस ने तो कम्युनिस्ट सीएम पर घोटालों के आरोप भी लगाए और उन्होंने फांसीवादी तक बता डाला. जवाब में कम्युनिस्ट सरकार ने कांग्रेस के लोगों पर लाठीचार्ज कराया. कम्युनिस्ट अब कांग्रेस की पिछली सरकारों को घोटालों का जिम्मेदार बता रहे हैं. ये लोग कांग्रेस के युवराज को केरला से बाहर रहने की नसीहत भी दे रहे हैं, लेकिन केरला के बाहर ये इंडी गठबंधन की बैठक में कम्युनिस्ट और कांग्रेस साथ साथ बैठते हैं, बगल बगल में बैठते हैं, समोसा खाते हैं, बिस्किट खाते हैं, चाय पीते हैं. यानी तिरुवनंतपुरम में कुछ और भाषा, दिल्ली में कुछ और बोली. इस धोखाधड़ी का जवाब केरल के मेरे भाइयों बहनों आने वाले चुनाव में हर केरला का नागरिक देने वाला है. സുഹൃത്തുക്കളെ, കേരളം ബിജെപി ഒരിക്കലും ഭരണത്തിലിരുന്ന പാർട്ടിയല്ല. പക്ഷേ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് എക്കാലവും ഭാരതീയ ജനതാ പാർട്ടി പ്രയത്നിച്ചിട്ടുണ്ട്. ഇവിടെ എൻ്റെ സർക്കാരിൻ്റെ പ്രവർത്തന റിപ്പോർട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും മുന്നണികൾ, ഈ മുന്നണിയുടെ പുതിയ മുന്നണി CPM കോൺഗ്രസ് മുന്നണിയുടെ അവസ്ഥ എന്താണ്? അവരുടെ ട്രാക്ക് റെക്കോർഡ് എന്താണ്? അവരുടെ നേട്ടം എന്താണ്? അവരെങ്ങനെ ഈ നാടിനെ
ദശകങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് ഒരൊറ്റ കുടുംബത്തിന് വേണ്ടിയിട്ട് ഈ നാടിനെ അടിയറ വെച്ചു. അവർക്ക് ഒരൊറ്റ കുടുംബത്തിന്റെ താല്പര്യങ്ങൾ, ആ താല്പര്യങ്ങളാണ് നാട്ടിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ താല്പര്യങ്ങളെക്കാൾ വലുത്. കോൺഗ്രസിന്റെ ഈ സമീപനം ഇപ്പോ അതേ സമീപനം ഇപ്പോൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരും അവലംബിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കോൺഗ്രസിന്റെ കുടുംബവാഴ്ചയുടെ കുടുംബാധിപത്യത്തിന്റെ അതേ മാതൃകയിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം കേരളത്തില് ഇവര് പരസ്പരം ശത്രുക്കളായിട്ടാണ് അഭിനയിക്കുന്നത്. പക്ഷെ കേരളത്തിന് പുറത്തു പോയാൽ ഇവരേറ്റവും അടുത്ത ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. ബെസ്റ്റ് ഫ്രണ്ട് ഫോർ എവർ, BFF ആണ്. നിങ്ങൾ നോക്കണം, കേരളത്തിലെ ആളുകൾ, കേരളത്തിൽ ഈ രണ്ട് മുന്നണികൾ പരസ്പരം ആരോപണം ഉന്നയിക്കുന്നവരാണ്. പരസ്പരം കൊലപാതകങ്ങളുടെ എതിരായിട്ടുള്ള ആക്രമണങ്ങളുടെ ആരോപണമുണ്ട്. കോൺഗ്രസ് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി കുംഭകോണം നടത്തുന്നു, ഫാസിസ്റ്റ് ആണ് എന്നൊക്കെയാണ്. മറുപടിയായിട്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാർ പറയുന്നത് കോൺഗ്രസ്സുകാര് ഈ ആരോപണത്തെ നേരിടുന്നത് ലാഠി കൊണ്ടാണ്. കമ്മ്യൂണിസ്റ്റ് സർക്കാർ, ആ സർക്കാർ കോൺഗ്രസിന്റെ മുൻകാല സർക്കാരുകളുടെ അഴിമതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇതിന് മറുപടി പറയുന്നത്. പക്ഷേ കേരളത്തിന് പുറത്തു പോകുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഈ രണ്ട് പാർട്ടികളുടെ നേതാക്കന്മാർ ഒരുമിച്ചിരിക്കുന്നു, ഒരുമിച്ച് ചായ കുടിക്കുന്നു, ഒരുമിച്ച് ബിസ്ക്കറ്റ് കഴിക്കുന്നു, ഒരുമിച്ച് സമൂസ കഴിക്കുന്നു. അങ്ങനെ അവര് കേരളത്തിന് തിരുവനന്തപുരത്ത് വരുമ്പോ പറയുന്ന ഭാഷയൊന്ന്, അവരുടെ വാക്കുകളൊന്ന്, തിരുവനന്തപുരത്തിന് പുറത്തു പോയാൽ, ഡൽഹിയിൽ ചെന്നാൽ അവരുടെ പെരുമാറ്റം വേറെയൊന്ന്. ഈ ഇരട്ടത്താപ്പ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ മറുപടി കൊടുക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല.